മലയാള ഭാഷയെയും സംസ്കൃതവും ഇടകലർത്തിയുള്ള രചനാരീതിയെ അറിയപ്പെടുന്നത് ഏത് പേരിലും? കന്നഡ. ഹിന്ദി ആയിരിക്കും. ഹിന്ദി അല്ലോണം, ഹിന്ദി തമിഴല്ലോണം. നമസ്കാരം. 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് ആറ്റിങ്ങൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന IPSCS ഗ്ലോബലാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. IPSCS ഗ്ലോബൽ നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് വർക്കല പാലച്ചിറയിലാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞ് സമ്മാനം നേടുവാനുള്ള ആദ്യ അവസരം ലഭിച്ചിരിക്കുന്ന കാക്ക എന്താണ് പേര്? റഫീഖ്. രാമേന്ദ്രനാണ്. അപ്പോൾ ഞങ്ങളുടെ കൈവശം ആറ്റിങ്ങൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന IPSCS ഗ്ലോബൽ നൽകുന്ന സമ്മാനമാണ്. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് ഭാവിയിൽ ജോലി സാധ്യതകളുള്ള നിരവധി കോഴ്സുകളാണുള്ളത്. 3 മാസം 6 മാസം തുടങ്ങിയ കോഴ്സുകളാണുള്ളത്. ഇന്നിപ്പോൾ എല്ലാ വീടുകളിലും CCTV എല്ലാം ഉണ്ട്. നിങ്ങളുടെ വീട്ടിൻ്റെ പരിസരത്ത് എത്ര വീട്ടിൽ CCTVകളുണ്ട്? 3-4 വീട്ടിലുണ്ട്. ആ മേഖലയിൽ തന്നെ നിരവധി കുട്ടികളാണ് പഠിക്കുന്നത്. വളരെ ജോലി സാധ്യതയുള്ള കോഴ്സുകളാണ് അവിടെ ഉള്ളത്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: മലയാള ഭാഷയും സംസ്കൃതവും ഇടകലർത്തിയുള്ള രചനാരീതിയെ അറിയപ്പെടുന്നത്? കന്നഡയാണോ? കന്നഡ. ഹിന്ദി ആയിരിക്കും. ഹിന്ദിയുമല്ല, കന്നഡയുമല്ല, തമിഴുമല്ല, മറ്റൊരു രീതിയാണ്. IPSCS ഗ്ലോബൽ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ആറ്റിങ്ങൽ കേന്ദ്രമായാണ് പ്രവർത്തിക്കുന്നത്. എവിടെയാണ് സ്ഥലം? ആറ്റിങ്ങൽ തന്നെയല്ലേ? ആറ്റിങ്ങൽ SS പ്ലാസയിലാണ്. ഭീമ ജ്വല്ലറിക്ക് അടുത്തുള്ള SS പ്ലാസയിലാണ്. അവിടെ നമുക്ക് ഭാവിയിൽ നമ്മളുടെ ജോലി സുരക്ഷിതത്തിനും സാധ്യതകളുമുള്ള നിരവധി കോഴ്സുകളാണ് അവിടെയുള്ളത്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: മലയാള ഭാഷയെയും സംസ്കൃതവും ഇടകലർത്തിയുള്ള രചനാരീതിയെ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഭാഷയാണ്. ഹിന്ദി അല്ലോണം, ഹിന്ദി തമിഴല്ലോണം. ഭാഷയാണോ അതോ തമിഴല്ലോണം? അല്ലല്ല, ഹിന്ദി. അറിയില്ല. മലയാള ഭാഷയും സംസ്കൃതവും ഇടകലർത്തിയുള്ള രചനാരീതിയെ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? മലയാളവും സംസ്കൃതവും ചേർന്ന് ഒരു രചനാരീതിയുണ്ട്, അത് അറിയപ്പെടുന്നത്? അറിയില്ല. IPSCS ഗ്ലോബൽ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? മോള് പാളയംകുന്നല്ലേ? അപ്പോൾ ഞങ്ങളുടെ ചോദ്യം ഇതാണ്: മലയാള ഭാഷയും സംസ്കൃതവും ഇടകലർത്തിയുള്ള രചനാരീതിയെ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സംസ്കൃതവും മലയാളവും ഇടകലർത്തിയുള്ള ഒരു രചനാരീതി ഉണ്ടല്ലോ. പണ്ടത്തെ കവികളൊക്കെ എഴുതിയിരുന്ന സാധനമാണ്. സ്കൂളിലൊക്കെ മലയാളം ടീച്ചർ എപ്പോഴും പറയും സംസ്കൃതവും മലയാളവും കൂടെ മിക്സ് ചെയ്തുള്ള ഒരു രചനാരീതിയുണ്ട്. അതിനൊരു പേരിൽ അറിയപ്പെടും. സുഗതകുമാരിയുടെയും ബാലാമണി അമ്മയുടെ അതെല്ലാം മലയാള അധ്യാപിക നമ്മളെ പഠിപ്പിക്കുമ്പോഴത്തേക്ക് ഈ ഒരു വാക്കൂടെ, ഈ ഒരു പേരൂടെ കയറി വരും. അറിയില്ല. അപ്പോൾ ഉത്തരം പറയാത്തിടത്തോളം സമ്മാനം തരാൻ നമുക്ക് നിർവാഹമില്ല. എന്നാലും ഉത്തരം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് നമ്മൾ ഉത്തരവാദിത്വമാണ്, കടമയുമാണ്. മണിപ്രവാളം എന്നാണ്, കേട്ടിട്ടുണ്ടോ? ഈ സംസ്കൃതവും മലയാളവും ഇടകലർന്നുള്ള ഒരു രചനാരീതിയെ മണിപ്രവാളം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിലും നാളൊരു സമയത്തിൽ ഇതിലും മനോഹരമായിട്ടൊരു സമ്മാനം നേടാം. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ റജിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരള.